അങ്ങനെ ആദർശ് ദുബായിലെ ജയിലിലാണെന്നാണ് ഇപ്പോൾ വീട്ടുകാരെല്ലാവരും കരുതിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തശ്ശന്റെ കളികൾ കാരണം ആദർശ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആരോടും പറയാതെ തന്നെ ആദർശ് അനന്തപുരിയിൽ തിരിച്ചെത്തുന്നുമുണ്ട്. അവിടെ എത്തിയതിനു ശേഷവും ആദർശ് ചില പ്ലാനുകൾ ഇടുകയാണ്. എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്നറിയാനും ഇതിന്റെയൊക്കെ പിന്നിൽ അഭിയാണ് എന്ന് ഉറപ്പിക്കാനും വേണ്ടി തന്നെ ആദർശ് 2 ദിവസം അനന്തപുരിയിൽ തന്നെ രഹസ്യമായി തന്നെ ഒളിച്ചു താമസിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും അവിടെ വളരെയധികം രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിനുശേഷം ആദർശിന്റെയും നയനയുടെയും കുഞ്ഞിനെ കുറിച്ച് ഡോക്ടർ ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രണ്ടുപേരും ശരിക്കങ്ങ് ഞെട്ടിപ്പോവും. നയനയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ആദർശ് ഒരു കടുത്ത തീരുമാനമെടുത്തു. ആ ഒരു വിശേഷങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദർശ് ജയിലിലായി എന്ന വിഷമത്തിൽ അനന്തപുരി ആകെ തകർന്നിരിക്കുകയാണെന്ന് കരുതി ജലജ അബി വിളിച്ച് പറയുന്നുണ്ട്. എടാ അബി, ഇവിടെ ആകെ പ്രശ്നമാണ്. ഇതൊരു മരണ വീട് പോലെയാണ് ഇവിടം. അവൻ ജയിലിലായത് കൊണ്ട് തന്നെ എല്ലാവരും ബോധം കെട്ട അവസ്ഥയിലാണ്. നയനയാണെങ്കിൽ തല കറങ്ങി വീഴാൻ വരെ നോക്കിയെന്നൊക്കെ അബി പറയുന്നുണ്ട്. അമ്മേ, അതൊരു കണക്കിന് നന്നായി. അതുതന്നെയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അബിയും ജലജയ്ക്കും സന്തോഷം സഹിക്കാനാവുന്നില്ല. ആ സമയത്താണ് നവ്യ വരുന്നത്. നവ്യ വന്ന് പറയുന്നുണ്ട്, അതെ, ഒരു കുഴപ്പവുമില്ല. ആദർശേട്ടൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണിതൊക്കെ. എന്റെ അബി ജയിലിൽ കിടന്നപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് അബിയെ പറഞ്ഞിരുന്നത്. അവനാണ് എല്ലാ തെറ്റും ചെയ്തത് എന്നൊക്കെയല്ലേ. അന്ന് എന്റെ അബിയൊന്ന് പുറത്തിറക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച് കരഞ്ഞതാണെന്നു. എന്റെ അച്ഛന്റെ കുഞ്ഞിനെ ഒരു ജയിൽ പുള്ളിയാക്കരുത് എന്നൊക്കെ കരുതിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, നയന ഗർഭിണിയായപ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ അച്ഛനൊരു ജയിൽ പുള്ളിയായില്ലേ. ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നൊക്കെ നവ്യ അങ്ങ് പറയാട്ടോ. ഇത് കേട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, എടി നവ്യെ, നീ ഒരുപാടൊന്നും അഹങ്കരിക്കൊന്നും വേണ്ട. ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ അമ്മായിമ്മ ജലജ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് നീ കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഗ്യാസ് അങ്ങ് പൊട്ടിത്തീരുമെന്നൊക്കെ പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഇവരെയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നത്? എന്റെ അമ്മായിമ്മയും അബിയൊക്കെ നിങ്ങൾക്കൊരു പക്ഷെ പേടിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നെ ഒന്നും അതിന് കിട്ടില്ല. നിങ്ങളുടെ അടിമയായി ജീവിക്കാൻ വന്നവരല്ല ഞങ്ങള്. സ്വന്തം മകൻ ജയിലിലായപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അടക്കം വന്നല്ലോ. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ദുബായ് ജയിലിലെ ശിക്ഷയൊക്കെ എന്താണെന്ന് നിങ്ങൾക്കൊന്നറിയാലോ. അതുകൊണ്ട് അധികമൊന്നും അഹങ്കരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ദേവേനയുടെ വായടപ്പിച്ചു. നയനയാണെങ്കിൽ ഈ സമയത്ത് റൂമിലാകെ തളർന്നു കിടക്കുകയാണ്. അയ്യോ, ആദർശേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശേട്ടന്റെ വിവരമൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന പൊട്ടിക്കറിയായിരിക്കും. ആ സമയത്തന്നെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നിട്ട് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ, ആദർശനൊന്നും സംഭവിക്കില്ല. അവനൊരു തെറ്റും ചെയ്യില്ല എന്ന കാര്യം നമുക്കറിയാവുന്നതല്ലേ. മുത്തശ്ശൻ അവിടെ നല്ല സ്വാധീനമുണ്ട്. മുത്തശ്ശൻ എന്തായാലും അവനെ പുറത്തിറക്കും. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അഭി ചെയ്തതുപോലെയൊന്നും അവൻ ചെയ്യില്ല എന്ന് ദേവയാനി ഉറപ്പിച്ചു പറയാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മേ, അമ്മ കേട്ടില്ലേ നവ്യേച്ചിയും അപ്പേച്ചിയും ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നത്. ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇതെല്ലാം തന്നെ ആദർശേട്ടൻ തലയിൽ വെച്ചിരിക്കുന്നത്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. എന്നിട്ട് പോലും ആദർശേട്ടൻ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ആ ഒരു ചീത്ത പേര് പോലും ഏറ്റെടുത്തു. ഇപ്പതേ ഇതാ ഈ ഒരു തെറ്റും ആദർശേട്ടന്റെ തലയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. എനിക്കിതൊന്നും ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനെ പൊട്ടിക്കറിയാണ്. അവരുടെ കുത്തുവാക്കുകളൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അന്നേരം ദേവയാനി പറഞ്ഞിട്ട്, മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. അവൻ എന്തായാലും പുറത്തിറങ്ങും. ഉടനെ തന്നെ മുത്തശ്ശൻ അവനെ പുറത്തിറക്കും. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്ക്. ഗർഭിണിയായ സമയത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ വിഷമിക്കാനൊന്നും പാടില്ല. നീ വിഷമിക്കുന്നത് കണ്ട നവ്യക്കും ജലജക്കും അബിക്കുമൊക്കെ അത് വളരെയധികം സന്തോഷമായിരിക്കും. അവരെ ഒരിക്കലും നീ അതിനെ അനുവദിക്കരുത്. നീ ധൈര്യമായിട്ടിരിക്ക്. ഈ സമയത്ത് തന്നെ മുത്തശ്ശൻ രഹസ്യമായി തന്നെ പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. ദുബായിൽ മുത്തശ്ശനുള്ള സ്വാധീനം വെച്ച് കാര്യങ്ങളൊക്കെ നീക്കി. ആദർശിനെ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ആരുടെയോ സഹായത്തോടു കൂടി തന്നെ ഒരു ജ്വല്ലറിക്കാരൻ ചതിച്ചതാണ് എന്ന സത്യം മുത്തശ്ശൻ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ ആദർശ് ജയിലിൽ നിന്നും മോചിതനായി. ആദർശ് മുത്തശ്ശനെ വിളിച്ചപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ ആദർശെ, ഈ വിവരം വീട്ടിൽ ആരും തന്നെ അറിയാൻ പാടില്ല. നീയും ഞാനും മാത്രം ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി. രഹസ്യമായിട്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മൾ കണ്ടെത്തണം. നീ ജയിലിലാണെന്ന് കരുതി ഇവിടെ ചിലരൊക്കെ വലിയ ആഘോഷത്തിലാണ്. നിന്റെ ഭാര്യയും അമ്മയൊക്കെ നല്ല വിഷമത്തിലുമാണ്. നീ അവിടെ നിന്നും ഇറങ്ങുന്ന കാര്യം ഞാൻ ആരോടും പറയുന്നില്ല. നീ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്ന സമയത്ത് തന്നെ ആദർശ് അതിന് സമ്മതിച്ചു. അങ്ങനെ മീഡിയ ഒന്നും അറിയണ്ട, തന്ത്രപരമായി വരണമെന്ന് മുത്തശ്ശൻ അവനെ ഉപദേശിക്കുന്നുണ്ട്. വീട്ടിൽ നയനയും ദേവ്യാനിയും ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുമ്പോഴാണ് ജലജ വരുന്നത്. നയനെ, ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ഇതെന്താ മരണ വീടാണോ എന്നൊക്കെ അവൾ ചോദിച്ചു. ഞങ്ങൾക്ക് വിശപ്പില്ലെന്ന് ദേവ്യാനി പറഞ്ഞപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർക്കണം.
അവൻ ചെയ്ത തെറ്റിനെ അവൻ അനുഭവിക്കുന്നു, അതിന് ഇവിടെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജ കളിയാക്കി സംസാരിക്കാണ്. ദുബായിലെ നിയമമൊക്കെ കടുപ്പമല്ലേ, ഇതൊക്കെ ആ കുഞ്ഞിന്റെ ഭാഗ്യം പോലെയിരിക്കും. അതിന്റെ തല ഇങ്ങോട്ടേക്ക് വരാറായപ്പോഴേക്കും അച്ഛൻ ജയിലിലായില്ലേ, അതത്ര നല്ല ലക്ഷണമല്ല. ഇത് കേട്ട് ദേവയാനി ദേഷ്യപ്പെടാണ്. ജലജയെ, നീ മിണ്ടാതിരുന്നോ, വിഷമിച്ചിരിക്കുന്നവരെ കൂടുതൽ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയും. നിന്റെ നാക്കിന് ഒരു കടിഞ്ഞാണിട്ടോ. അന്നേരം ജലജ പറയുന്നത്, അതല്ലേ ഏട്ടത്തി, ഒരു പുരോഹിതനെ കാട്ടി പ്രശ്നം വെച്ച് നോക്കുന്നത് നല്ലതാണെന്ന് പറയും. ഈ കുടുംബത്തിന്റെ ജന്മം കൊണ്ട് തന്നെ ആദർശനോ കുടുംബത്തിനോ വല്ല ദോഷവും ഉണ്ടോ എന്നറിയാലോ. ദേവയാനി അന്നേരം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ജലജയെ അവിടെ നിന്നും മാട്ടിപ്പായിച്ചു. കുഞ്ഞിന്റെ ദോഷം നോക്കാൻ അച്ഛനും അമ്മയും ഉണ്ട്, നീ ഏതായാലും ഇതിൽ നിന്നും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ആട്ടിപ്പായിക്കുന്നത്. ജലജ ഏതായാലും സന്തോഷത്തോടു കൂടി അടുക്കളയിലേക്ക് പോയി. അവിടെ നിന്ന് അവൾ ആലോചിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇത്രയും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് അബിയുടെ സത്യങ്ങൾ അറിഞ്ഞാൽ നവ്യ അവനെ അങ്ങ് തല്ലിക്കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ അങ്ങ് അഴിഞ്ഞാടിയനെ. ജലജ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അബിയും നവ്യയുമുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അവരുടെ മുന്നിൽ ഇങ്ങനെ പാവമായി നിന്ന് കൊടുക്കുന്നത്? അന്നേരം അബിയും ജലജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാണ്. നവ്യെ, നിനക്കറിയാലോ, ഞങ്ങൾ ഇവിടുത്തെ രക്തമൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ എടുത്തു വളർത്തിയവരായതുകൊണ്ടല്ലേ അമ്മക്ക് അങ്ങനെയൊക്കെ അവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നത്. അബിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ജലജ അത് ഏറ്റിപ്പിടിച്ച് പാവം കളിച്ചു. പക്ഷേ നവ്യക്കൊരു സംശയം, അല്ല അമ്മയും അബിയും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. അബി അത് ഒഴുക്കൻ മട്ടിൽ അങ്ങ് മാറ്റിക്കളഞ്ഞു. നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ അവിടെ കിടന്ന് അനുഭവിക്കണം, അവൻ ഒത്തിരി അധികം അഹങ്കരിച്ചതല്ലേ. ആദർശ് ഇവിടെ വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആരും അവനെ ശിക്ഷിച്ചില്ല, അപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറയുന്ന സമയത്തിന് ജലജയും അതിന് ശരിവെച്ചു. ഇതേ സമയത്തിന് അന്ന് രാത്രിയായിട്ടും ഉറക്കം വരാതെ നയനയും ദേവയാനിയും പുറത്തിരിക്കുമ്പോഴാണ് ഒരു ടാക്സി അങ്ങോട്ടേക്ക് വരുന്നത്. അതിൽ നിന്നും ആദർശ് ഇറങ്ങി വന്നു. രണ്ടുപേരും അത്ഭുതത്തോടെ നോക്കി നിന്നു. സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. മോനെ ആദർശേ, നീ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ വലിയൊരു കഥയാണമ്മേ. ആരാണ് ഈ ചതി ചെയ്തത് എന്ന് നയന ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് പറയാം, നമുക്കിപ്പോൾ അകത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ആദർശൻ അകത്തേക്ക് കയറി. ആദർശേട്ടൻ വന്നല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു നയന. പക്ഷേ ആദർശ് പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ വന്ന വിവരം ഇവിടെ ആരോടും പറയണ്ട, മുത്തശ്ശന് മാത്രം ഈ ഒരു കാര്യം അറിയാം. 2 ദിവസം ഏതായാലും ഞാൻ ഇവിടെ ഒളിച്ചിരിക്കും. ശത്രുക്കളുടെ സന്തോഷം ഏതായാലും ഞാനും ഒന്ന് നേരിൽ കാണട്ടെ എന്നൊക്കെ പറയട്ടോ ആദർശ്. അവരുടെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയണം. അങ്ങനെ ആദർശ് നേരെ മുറിയിലേക്ക് പോയിട്ട് അവിടെ ഒളിച്ചിരുന്നു. ഈ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവ്യ വന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, നയനെ, നീ ഇത്ര നേരമായിട്ട് മുറുകിയില്ലേ? നിന്റെ ഭർത്താവ് സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലായില്ലേ? ഇനി ഏതായാലും ഇപ്പൊ ഇറങ്ങുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ കളിയാക്കി ചിരിക്കാണ്. ആ സമയത്തിനെ നയന തിരിച്ചടിച്ചു, എന്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോ നവ്യ പറയുന്നുണ്ട്, എന്റെ അഭി അന്ന് ജയിലിലായപ്പോൾ നീ ഒരുപാടധികം സന്തോഷിച്ചതല്ലേ, ഇപ്പോ കർമ്മ നിനക്കും കിട്ടി. എന്തായാലും പണി തിരിച്ചു വരുമെന്ന് അന്ന് നീ ഓർക്കണമായിരുന്നു. നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഓർത്തുകൊണ്ടാണ് എനിക്ക് വിഷമം. അതിന്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയായില്ലേ, ഇനി അവൻ പുറത്തിറങ്ങുമോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ നവ്യ നയനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കാണ്. എന്നാൽ നവ്യയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ നയന ഒന്നും തന്നെ പ്രതികരിച്ചില്ല. ഇപ്പൊ നയന ഭയങ്കര സമാധാനത്തിലായിരിക്കുമല്ലോ. പക്ഷേ നവ്യയുടെ വാക്കെല്ലാം തന്നെ ആദർശ് മുകളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. നവ്യയോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ലെന്നും സത്യം അറിഞ്ഞ അവൾ തകർന്നു പോകുമെന്നും ആദർശ് പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ആദർശ് ദുബായിൽ നടന്ന ചതിയെക്കുറിച്ച് നയനയോട് വിശദീകരിച്ചു. അബിയുടെ സന്തോഷം ഏതായാലും കുറച്ചു ദിവസം കൂടി നിലനിൽക്കട്ടെ എന്ന് പറയാൻ അവന്. ഇതിനിടയിലാണ് നയനക്ക് കഠിനമായ വയറുവേദന വരുന്നത്. ആദർശ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം ആദർശിനോട് പറഞ്ഞു, ഈ കുഞ്ഞ് ജനിക്കുന്നത് നയനയുടെ ജീവന് തന്നെ ആപത്താണെന്ന്. കുഞ്ഞ് വളരും തോറും നയന വീക്കായി വരും. നയനയുടെ ഗർഭപാത്രത്തിന് അത്രത്തോളം കട്ടിയില്ല, അതുകൊണ്ട് തന്നെ അബോർഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ആദർശും നയനയും ആകെ തകർന്നു പോയി. പക്ഷേ നയന പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ കളയാൻ ഏതായാലും ഞാൻ സമ്മതമല്ല. ഞാൻ മരിച്ചു പോയാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനാണ് വലുത് എന്നൊക്കെ പറയും. അന്നേരം ആദർശ് അവളെ നിർബന്ധിച്ചുവെങ്കിലും നയന അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. ആദർശും ദേവയാനും ചേർന്ന് കൂട്ടത്തിന് നയനയുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആക്കാൻ വേണ്ടി ആ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാമെന്ന് കുറേ അധികം നിർബന്ധിച്ചു. പക്ഷേ നയനക്കാണെങ്കിൽ അതിനൊന്നും തന്നെ സമ്മതമല്ലായിരുന്നു. എന്നാൽ തന്റെ നയന തനിക്ക് നഷ്ടപ്പെട്ടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആദർശിനെ ആകെ ആദിയാവുന്നുണ്ട്. ഈ കാര്യത്തെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ വലിയ പിണക്കത്തിലാവും. നയന പിണങ്ങി നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്.
ആദർശനാണെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നയനെ വിട്ടുപിരിയാൻ ആദർശനാവുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നയനയുടെ ജീവൻ സംരക്ഷിക്കണമെന്നൊരൊറ്റ ചിന്ത മാത്രമായിരിക്കും ആദർശന്. നയനക്കാണെങ്കിൽ തന്റെ ഉദരത്തിൽ വളരുന്ന ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല. നയന അങ്ങനെ നന്ദാവനത്തിലേക്ക് പോയി. തന്റെ പഴയ മുറിയിൽ ജനലുകളുടെ അഴികൾ പിടിച്ച് പുറമേക്ക് പെയ്യാൻ നോക്കുന്ന മഴയെ നോക്കി നിൽക്കുമായിരിക്കും നയന. അവളുടെ കണ്ണുകൾ അപ്പോഴും നനഞ്ഞിരുന്നു. ആദർശേട്ടനെ പിരിഞ്ഞു നിൽക്കുന്നത് ആലോചിക്കാൻ പോലും അവൾക്ക് വയ്യ. പക്ഷേ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറയുന്ന ആദർശേട്ടനെ ഇനി താൻ എങ്ങനെ അംഗീകരിക്കും? ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശ് കടന്നു വരുന്നത്. നയന അന്നേരം മുഖം തിരിച്ചു. ആദർശ് പറഞ്ഞത്, നയനെ, നിനക്ക് എന്നോട് എത്ര വേണമെങ്കിലും ദേഷ്യപ്പെടാം. പക്ഷേ നിന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കുഞ്ഞു വേണമെന്ന് പറയാനൊന്നും എനിക്ക് കഴിയില്ല. നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ ലോകത്തൊന്നുമില്ല. ആദർശിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നയന തിരിഞ്ഞു നിന്ന് ആദർശിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ആദർശേട്ടാ, ഈ കുഞ്ഞ് എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ജീവൻ കൊടുത്താലും ഞാൻ ഇതിനെ കാക്കും. അത് അമ്മയാവാൻ പോകുന്ന ഏതൊരു സ്ത്രീയുടെയും തീരുമാനമാണ്. ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഇനി വേർപിരിയേണ്ടി വന്നാൽ പോലും എനിക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാവില്ല എന്നൊക്കെ പറയാണ് നയന. അങ്ങനെ അനന്തപുരിയിൽ ഈ ഒരു സമയം മറ്റൊരു നാടകം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ആദർശ് തിരിച്ചു വന്ന വിവരം അറിഞ്ഞ അഭിയും ജലജയും ആകെ പരിഭ്രാന്തിയിലായി. ഈ ചതിയുടെ എല്ലാം പിന്നിൽ അഭിയാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആദർശ് തങ്ങളെ കൊടുക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അഭി, നീ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ആദർശ് ആ സത്യമെല്ലാം തന്നെ നവ്യോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു. ജലജയുടെ വാക്കുകളിൽ ഭയം നിഴലിച്ചു. എന്നാൽ അവർ പോലും അറിയാതെ നവ്യ വാതിലിന് പിന്നിൽ നിന്ന് ഇവരുടെ സംസാരമെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവും അമ്മായിയമ്മയും ഇത്ര വലിയ ചതിയന്മാരാണെന്ന സത്യം നവ്യയെ തളർത്തിക്കളഞ്ഞു. അവൾ നേരെ അനന്തപുരിയിലെ പൂമുഖത്തേക്ക് ഓടി വന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അബിയുടെ ഷർട്ടിന് കുത്തിരി പിടിച്ചുകൊണ്ട് തന്നെ അവൾ അലറി, എന്റെ ആദർശേട്ടനെ ഇത്രയും കാലം ഞാൻ വെറുത്തത് നിന്നെ വിശ്വസിച്ചാണല്ലോടാ. എടാ ചതിയാ, ചന്തമോള് നിന്റെ കുഞ്ഞാണല്ലേ. സത്യം മറച്ചു വെച്ച് നീ എന്നെയും എൻ്റെ കുടുംബത്തെയും വഞ്ചിച്ചു. നവ്യയുടെ ഈ ഒരു പൊട്ടിത്തെറി അനന്തപുരിയെ തന്നെ നടുക്കി. വിവരമറിഞ്ഞ് ആദർശ നാനയും അനന്തപുരിയിലേക്ക് വേഗം തന്നെ തിരിച്ചെത്തുന്നു. മുത്തശ്ശൻ അഭിയെയും ജലജയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. നവ്യ ഈ ഒരു സത്യം അറിയരുതെന്നും നവ്യയുടെ കുടുംബജീവിതം സേഫ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര കാലം ഈ ഒരു രഹസ്യം അറിഞ്ഞിട്ടും എല്ലാവരും ഇതെല്ലാം തന്നെ അടക്കിപ്പിടിച്ച് നിന്നത്. പക്ഷേ നവ്യ സത്യം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ മുത്തശ്ശൻ അവരെ അവിടെ നിന്നും മാട്ടിപ്പായിച്ചു. പക്ഷേ നയന ഇടപെടുന്നുണ്ട്. വേണ്ട മുത്തശ്ശ, അവർക്ക് നമ്മൾ കൊടുത്ത ശിക്ഷയേക്കാൾ വലുത് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഈ ഒരു നാണക്കേട് തന്നെയാണ്. അവരോട് നമുക്ക് ക്ഷമിക്കാം. നയനയുടെ മഹത്വം കണ്ട് എല്ലാവരും നിശബ്ദരായി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നവനയുടെ പ്രസവ സമയം അടുത്തു. ആദർശ് ഓരോ നിമിഷവും ഭയത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞ ആ ഒരു വിധി അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നയനയുടെ ഗർഭപാത്രം തുറന്നു എന്നറിഞ്ഞതോടുകൂടി തന്നെ നയനയെ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുമ്പോൾ ആദർശ് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എനിക്കൊന്നും സംഭവിക്കില്ല ആദർശേട്ടാ, നമ്മുടെ കുഞ്ഞിനും ഒന്നും തന്നെ സംഭവിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ സുരക്ഷിതമായി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നയന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിന് പുറത്ത് ആ ഒരു സന്തോഷ വാർത്ത എത്തി. നയനക്കും ആദർശിനും ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ്. ഡോക്ടർമാർ പോലും അതിനെ അത്ഭുതം എന്ന് വിളിച്ചു. ആദർശ് നയനയുടെ അരികിലേക്കെത്തി. അവരുടെ നെറ്റിയിൽ ചുംബിച്ചു. നീ ജയിച്ചു നയനെ, നിന്റെ വിശ്വാസം നിന്നെ വിജയിപ്പിച്ചു. നയന തന്റെ കുഞ്ഞിനെ ആദർശിന്റെ കൈകളിലേക്ക് കൊടുത്തു. അനന്തപുരിയിൽ പിന്നെ ആഘോഷങ്ങൾ അങ്ങനെ തിരികെ വന്നു. നവ്യ അഭിയോട് ക്ഷമിച്ചുവെങ്കിലും ആ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ തന്നെ കഴിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.